ഹലോ ഫ്രണ്ട്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജർമ്മൻ ഫുട്ബോൾ ലീഗ് സിസ്റ്റത്തിനെ പറ്റിയാണ്. സ്റ്റാർട്ടിംഗ് ഫ്രം ബണ്ടസ്ലിഗ. ജർമ്മൻ ഫുട്ബോൾ ലീഗിലെ ഫസ്റ്റ് ലെവൽ അല്ലെങ്കിൽ ഫസ്റ്റ് ടയർ ഫുട്ബോൾ ആണ് ബണ്ടസ്ലിഗ. അപ്രോക്സിമേറ്റ്ലി 18 ടീംസ് ഈ ഒരു ജർമ്മൻ ഫുട്ബോൾ ലീഗ് സിസ്റ്റത്തിലെ ടോപ്പ് ഡിവിഷനായ ബണ്ടസ്ലിഗയിൽ കളിക്കുന്നുണ്ട്. ഈ ഒരു പ്രൊഫഷണൽ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഫുള്ളി പ്രൊഫഷണൽ ആണ്. ഓക്കെ, സെക്കൻഡ് ടയറിൽ ടോപ്പ് ലീഗാണ് സെക്കൻഡ് ബണ്ടസ്ലിഗ. അതുപോലെ തന്നെ തേർഡ് ടയറിൽ വരുന്നതാണ് തേർഡ് ലീഗ. ഇതിന്റെ എല്ലാം ഈ ഫസ്റ്റ് 3 ലീഗിന്റെയും പ്രൊഫഷണൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഹൈലി പ്രൊഫഷണൽ ആണ്. പിന്നെ അതിനുശേഷം നാലാമതായിട്ട് വരുന്നതാണ് റീജിയണൽ ലീഗ. റീജിയണൽ ലീഗ ഓർഗനൈസ് ചെയ്യുന്നത് റീജിയണൽ എഫേഴ്സ് ആണ്. 5 ഡിവിഷനിലായിട്ട് ഏകദേശം 90ഓളം ക്ലബ്ബുകൾ ഇവിടെ കളിക്കുന്നുണ്ട്. സെമി പ്രൊഫഷണൽ ആണ് ഇവരുടെ ഒരു സ്റ്റാറ്റസ്. ഒബർലിഗയാണ് 5th ടയർ. സ്റ്റേറ്റ് എഫേഴ്സ് ആണ് ഇതെല്ലാം നടത്തുന്നത്. 200ഓളം ക്ലബ്ബുകൾ 14 ലീഗുകളിലായിട്ട് ഈ ഒരു ലീഗിൽ കളിക്കുന്നുണ്ട്. ഇതിന്റെ സ്റ്റാറ്റസ് സെമി പ്രൊഫഷണൽ അല്ലെങ്കിൽ അമേച്ചർ ലെവലാണ്. 6th ടയർ തൊട്ട് താഴോട്ട് വരുന്നതെല്ലാം അമേച്ചർ അല്ലെങ്കിൽ റീക്രിയേഷണൽ ഇമ്പോർട്ടൻസ് വരുന്ന ടയറുകളാണ്. 6th ടയറിൽ നമ്മുടെ ലീഗിന്റെ പേരാണ് വെർബൻസ് ലീഗ അല്ലെങ്കിൽ ലാൻഡസ് ലീഗ എന്ന് പറയുന്നത്. 7th ടയറിനെ ബെസിർക്സ് ലീഗ അല്ലെങ്കിൽ ബെസിർക്സ് ഒബർ ലീഗ എന്ന് പറയുന്നു. 8th ടയറിനെ ക്രൈസ് ലീഗ ABC എന്നീ ഡിവിഷനിലായിട്ട് ഇത് കിടക്കുന്നു. 9th ലെവലാണ് ക്രൈസ് ക്ലാസ് അല്ലെങ്കിൽ ഡോർഫ് ക്ലാസ് എന്ന് പറയുന്നത്. ഇതെല്ലാം ലോക്കൽ അഫയേഴ്സ് ആണ് ഓർഗനൈസ് ചെയ്യുന്നത്. ഇതെല്ലാം അമേച്ചർ അല്ലെങ്കിൽ റീക്രിയേഷണൽ ഫെസിലിറ്റീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ടോപ്പ് 3 ടയേഴ്സ് ആണ് ബണ്ടസ്ലിഗ, സെക്കൻഡ് ബണ്ടസ്ലിഗ ആൻഡ് തേർഡ് ലീഗ. സെമി പ്രൊഫഷണൽ അല്ലെങ്കിൽ അമേച്ചർ ലെവൽ ഇമ്പോർട്ടൻസ് വരുന്നതാണ് റീജിയണൽ ലീഗ അല്ലെങ്കിൽ ഓബർ ലീഗ. 6th ടയർ തൊട്ട് താഴോട്ട് വരുന്നതെല്ലാം അമേച്ചർ